ഹലോ ഗൈസ്, എല്ലാവർക്കും ക്രാഫ്റ്റി വ്ളോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞിപ്പത്തിരിയാണ്. ഈ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളത് എന്നൊക്കെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അരിപ്പൊടിയാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. 2 കപ്പ് വരുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം വരുന്ന ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 300 മുതൽ 400 ഇടയ്ക്ക് ഗ്രാം വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 വെള്ളുള്ളി ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2-3 കറിവേപ്പില, പിന്നെ ഒരു 2-3 മല്ലിയില അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഉപ്പാണ്. ഇതിൽ ചിക്കനിൽ പുളിക്കാൻ മാത്രമുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം വരുന്ന മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം വരുന്ന മുളക് പൊടി എന്നിവയാണ് നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ചിക്കൻ എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇവിടെ ചട്ടിയിലാണ് ചിക്കൻ വേവിക്കുന്നത്. ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പൊടികൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ഗ്ലാസോളം വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മതിയാവുന്നതാണ് ഇത് വേവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നല്ലതുപോലെ തീ കത്തുന്ന അടുപ്പിലേക്ക് നമ്മൾ വെക്കുകയാണ്. ഇന്ന് പുറത്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ ഫ്ലെയിമൊക്കെ കത്തുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് അരിപ്പൊടി വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അരിപ്പൊടി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ പുളിക്കാൻ തക്കവണ്ണമുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ആവശ്യമില്ലാതെ അതിൻ്റെ ചോ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് പത്തിരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കാം. ഇതേ കൂട്ട് നമുക്ക് നമ്മുടെ പത്തിരിപ്പൊടിനെ ഇളക്കിയെടുക്കാം. എന്നിട്ടിത് ചൂടാറിയ ശേഷം നമുക്ക് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ചൂടാറിയ ശേഷം വെള്ളം തൊട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മളെ കയ്യിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ പത്തിരിപ്പൊടി നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്, കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതേപോലുള്ള ചെറിയ ചെറിയ കുഞ്ഞു ബോൾസ് ആക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പത്തിരിയുടെ പൊടി കുറച്ചെടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസാക്കി, ഇതേപോലെ നമുക്ക് ബോൾസ് ആക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അമ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇത്രയും വലുപ്പത്തിലുള്ള കുഞ്ഞിപ്പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയുടെ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾ വെള്ളം വെച്ചിരുന്നു. ആ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇഡ്ഡലിയുടെ തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു വായിൽ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പത്തിരി ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയുടെ എല്ലാ ബോൾസും ഇതിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മുടെ പത്തിരി ഇടുന്ന വെന്തോട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ പാത്രത്തിൻ്റെ ചുറ്റുപാടും ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ 1 ടേബിൾ സ്പൂണോളം വരുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇപ്പോൾ ചേർത്താലും കുഴപ്പമില്ല.
പിന്നെ ഇതിലേക്ക് നമുക്ക് ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ നമുക്ക് വാടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലകൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ഞാനൊരു 2 ടീസ്പൂണോളം വരുന്ന കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം വരുന്ന മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെല്ലാം നല്ലതുപോലെ അടി പിടിക്കാതെ നമുക്ക് വഴറ്റിയെടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ഗരം മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നതിന് പ്രശ്നമില്ല. കാരണം ഒരു ചിലർക്ക് ഗ്രേവി ടൈപ്പ് ഇഷ്ടമായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ആ വെള്ളം കൂടെ ചിക്കനിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞിപ്പത്തിരിയുടെ ബോൾസാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ടത്. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഇതേപോലെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയായ നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ താങ്ക്